ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഹെയർ പാക്കാണ്. എൻ്റെ വിഷമവും കരച്ചിലും ഒക്കെ ഒരുപാട് മാറ്റി തന്ന ഹെയർ പാക്കാണിത്. ഇപ്പോൾ ഇതെൻ്റെ ഫാമിലിയുടെ ഹെയർ പാക്കും കൂടെയാണ്. ഞാൻ ഉപയോഗിക്കുന്നതും എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് ഈ ഹെയർ പാക്ക്. മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. 100% റിസൾട്ട് ഉറപ്പാണ് ഈ പാക്കിന്. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം തുളസി ഇലയാണ്. ഒരു 6 തണ്ട് തുളസി ഇല എടുക്കണം. വീട്ടിലെ കൃഷ്ണ തുളസി, എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണിത്, കൃഷ്ണ തുളസിയാണ്. അതിനുശേഷം നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ കറിവേപ്പില, അതായത് പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പില ഇതിൽ ഉപയോഗിക്കാനേ പാടില്ല. വിഷമൊന്നും അടിക്കാതെ വീട്ടിലുള്ള കറിവേപ്പില, അതും ഒരു 6 7 തണ്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി, അനിയത്തിക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ തേച്ചതുകൊണ്ട് അനിയത്തിക്ക് ഇപ്പം ബാംഗ്ലൂരിൽ പോയിട്ട് വരുമ്പോൾ ഹെയർ ഫോൾ കുറച്ച് കൂടി, അതുകൊണ്ട് അനിയത്തിക്ക് മാത്രമായതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് പനിക്കൂർക്ക ഇലയാണ്, അല്ലെങ്കിൽ നവര ഇല എന്നും പറയാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് വലിയ നവര ഇലയാണ്. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 നവര ഇലയും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉള്ളിയാണ്. ചെറിയ ഉള്ളി, നമ്മുടെ കുഞ്ഞുള്ളിയാണ്. അതൊരു 10 എണ്ണം എടുക്കുക. 10. ഇതെല്ലാം കൂടെ നല്ല കഴുകി ഉള്ളിയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഉള്ളിയും നമ്മുടെ തുളസി ഇലയും പനിക്കൂർക്കയില, അതായത് നവരയിലയും പിന്നെന്തുവാ നമ്മുടെ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, അരച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അതിനുശേഷം ഇത് നല്ല ഒരു വൃത്തിയുള്ള തുണിയിൽ അരിച്ചെടുക്കണം. ഈ കൊത്തോട് കൂടി തലയിൽ തേക്കത്തില്ല, തേച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് തലയിലൊക്കെ ഇരിക്കും, അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് അരിച്ചെടുത്ത് ഇതിൻ്റെ നീര് മാത്രം എടുക്കുക. അതിനുശേഷം നമ്മുടെ തലയൊക്കെ നന്നായിട്ട് ചീകി ചിക്കെല്ലാം മാറ്റിയതിന് ശേഷം ഇച്ചിരി എണ്ണയും കൂടെ തേക്കണം. അതായത് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ നമ്മുടെ ഹെയറിലും ഇത് തേക്കത്തില്ല. ഒന്ന് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഇത് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ തുമ്പ് വരെയും ഇത് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ മസാജ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് മസാജും കൂടെ ഞാൻ ചെയ്തിട്ടാണ് ഒരു 15 മിനിറ്റിനെ ഇത് കെട്ടി അങ്ങ് വച്ചേക്കും. അതിനുശേഷം വാഷ് ചെയ്ത് കളയും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഇടണമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാമേ. ഓക്കെ, ബൈ.